കോഴിക്കോട് നിന്ന് 1.5 വർഷം മുൻപ് മധ്യവയസ്കനെ കാണാതായ കേസിൽ ഞെട്ടിക്കുന്ന വഴിത്തിരിവാണ് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹ ഭാഗങ്ങൾ തമിഴ്നാട് അതിർത്തിയിലെ വനത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. കൊലയ്ക്ക് കാരണം സാമ്പത്തിക തർക്കമെന്ന് സംശയത്തിലാണ് പോലീസ്. 2 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. 2 പേരെ നമുക്ക് കസ്റ്റഡിയിലെടുത്തു. അവരെ അറസ്റ്റ് ചെയ്തതിൽ അവരുടെ കൺഫെഷൻ പ്രകാരം നമ്മൾ ഒരു ബോഡി റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇനി ആ ബോഡി മിസ്സിംഗ് ആയ ആൾ തന്നെയാണോ എന്ന് DNA ടെസ്റ്റ് ഒക്കെ നടത്തി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷമേ മറ്റു കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നീലഗിരിയിൽ നിന്നും അനൽ കാസയിതാണ് ചേരുന്നത്. അനൽക്ക, ഇന്ന് ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. 1.5 വർഷം മുമ്പ് മരിച്ച ആളുടെ മൃതദേഹ ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പോലീസ് പറയുന്നുണ്ട്. പ്രധാന പ്രതി പുറത്തേക്ക് കടന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇതിൽ എന്തെല്ലാം കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്? പോലീസ് എന്താണ് പറയുന്നത്? സ്വാതി, കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവരെ ഒരു പൊൻതുവലാണ് ഈ കേസിലെ ഈ മൃതദേഹം കണ്ടെത്തിയത് കൂടിയിട്ട് അവർക്ക് നേടിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 2024 മാർച്ച് 20 ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹേമചന്ദ്രൻ്റെ ഭാര്യ സുബീഷ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകുന്നത് ഹേമചന്ദ്രനെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഏപ്രിൽ 1 കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ഇതിൻ്റെ കേസെടുത്ത ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ അത്തരത്തിൽ ഒരു ഈ കേസുമായിട്ട് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹേമചന്ദ്രനുമായി അത്തരത്തിൽ ബന്ധപ്പെടുത്തുന്ന തെളിവുകളോ ഒന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല. പിന്നീടാണ് മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ ജിജിച്ചിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി 3 മാസം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഈ പ്രതികളിലേക്ക് എത്തുന്ന തരത്തിലുള്ള തെളിവുകൾ പോലീസിന് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് സുൽത്താൻ ബത്തേരി സ്വദേശികളായിട്ടുള്ള 2 പേരെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നത്. ജ്യോതിഷ്, അതോടൊപ്പം തന്നെ അജേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത ശേഷം ആണ് നൌഷാദിനെ പറ്റി, അതായത് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള നൌഷാദിനെ പറ്റി പോലീസിന് വിവരം ലഭിക്കുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിൽ നീലഗിരി ചേരമ്പാടി ഫോറസ്റ്റിനുള്ളിൽ വനത്തിനുള്ളിൽ ഈ മൃതദേഹം ഹേമചന്ദ്രനെ കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചിട്ട വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇന്ന് ആ മൃതദേഹം റിക്കവർ ചെയ്യുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് നൌഷാദാണ് ഇതിൽ മുഖ്യപ്രതി. നൌഷാദിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകലും അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി കൊലപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഈ ഹേമചന്ദ്രന് നിരവധി വ്യക്തികളുമായി അത്തരത്തിൽ സാമ്പത്തിക ഇടപാടുണ്ട്. ഈ നൌഷാദ് അടക്കം ഈ ഹേമചന്ദ്രന് പണം നൽകിയിരുന്നു. പണം തിരിച്ചു നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ മൃതദേഹം ഇവിടെ വനത്തിലുള്ള ഈ ചളിയിലൊക്കെ തന്നെ അല്ലെങ്കിൽ വലിയൊരു കുഴിച്ചിട്ടിട്ട് പോലും അത്തരത്തിൽ മൃതദേഹത്തിന് അങ്ങനെ അഴുകിയ നിലയിലല്ല മൃതദേഹം കണ്ടെത്തിയത്. ഈ മൃതദേഹം റിക്കവർ ചെയ്യാൻ പോലീസിനെ സഹായിച്ച തൊഴിലാളി നമ്മളടുത്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ മൃതദേഹത്തിന് അങ്ങനെ വലിയ രീതിയിൽ അഴുക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. കാലുകളും അതോടൊപ്പം മറ്റ് മൃതദേഹ ഭാഗങ്ങളൊക്കെ തന്നെ വലിയൊരു അഴുകിയിട്ടില്ല എന്ന കാര്യം കൂടിയും ഈ തൊഴിലാളി നമ്മളോട് സംസാരിച്ച സമയത്ത് പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേരള പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നേട്ടമാണ് കിട്ടിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസും അതോടൊപ്പം കേരള പോലീസും സംയുക്തമായിട്ടാണ് ഈ വനത്തിനുള്ളിൽ നീലഗിരി വനത്തിനുള്ളിൽ ചേരമ്പാടി വനത്തിനുള്ളിൽ പരിശോധന നടത്തിയത്. കേരള പോലീസിനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് ശരിക്കും ഈ ഒരു കേസ്. കോഴിക്കോട് നിന്ന് 1.5 വർഷം മുൻപ് മധ്യവയസ്കനെ കാണാതായ കേസിലാണ് ഇന്നിപ്പോൾ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് തമിഴ്നാട് അതിർത്തിയിൽ നിന്നും. ആ വിവരങ്ങളാണ് അനൽക്ക നൽകിയത്.